വാർത്തകളിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വരാജ് റൗണ്ടിലെ റോഡ് ഷോയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സാമുദായിക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തിയേക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു തൃശൂരിൽ നിന്നും. സൂരജ്, വിപുലമായ ഒരുക്കങ്ങളും ഒക്കെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി. ഇന്നിപ്പോൾ ആരൊക്കെയുണ്ട് ഈ ഘട്ടത്തിൽ? അവിടെ 2 ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തിയാണ് ഈ മഹിളാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഒരു വലിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാകണം. വിവരങ്ങൾ. പ്രജിൻ, എന്തായാലും പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതിൽ നമ്മൾ പറയേണ്ടത് ഈ സമ്മേളനത്തിന് പിന്നിലുള്ള രാഷ്ട്രീയം തന്നെയാണ്. ഈ അവസാന മിനിറ്റുകളിലും ചർച്ചയാകുന്നത് അത് തന്നെയാണ്. കാരണം രാജ്യത്ത് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചരണ ജാഥയും അതുപോലെ തന്നെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മേളനവും അത് ഇന്ന് തൃശൂരിൽ ആണ് തുടക്കമാവുന്നത്. പ്രത്യേകിച്ച് ഈ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് അത്. ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ്. സുരേഷ് ഗോപി ആണ് തൃശൂരിൽ എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് അതിനാണ് ഇന്ന് BJP തുടക്കം കുറിക്കുന്നത്. ഈ രാവിലെ മുതൽ തന്നെ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ചുമരെഴുത്തുകളെല്ലാം ആയിട്ട് തൃശൂർ മണ്ഡലം ആകെ സജീവമായിരുന്നു. കാരണം ഇന്നലെ തൃശൂരിന്റെ പീച്ചി പ്രദേശങ്ങളിലെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ ചുവരെഴുത്തുകളെല്ലാം വന്നു. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന തരത്തിലുള്ള ചുവരെഴുത്തുകളെല്ലാം വന്നു. ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ സുരേഷ് ഗോപിയാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി എന്ന് ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചാരണം അത് BJP പ്രവർത്തകർ നടത്തുന്നതിന് പിന്നാലെയാണ് നേതൃത്വം തന്നെ പ്രധാനമന്ത്രിയെ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ അത്തരം വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് നടക്കുന്നത്. അത് പ്രധാനമന്ത്രി മാത്രമല്ല, ഈ വേദിയിൽ V മുരളീധരൻ തുടങ്ങി കേന്ദ്രമന്ത്രിമാരുടെ ഒരു വലിയ പട്ടിക തന്നെയുണ്ട് തൊട്ടു പിന്നാലെ. അതായത് ഈ സമ്മേളനത്തിന് ശേഷമാണെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ BJPയുടെ ജാഥകളുണ്ട്. തൊട്ടു പിന്നാലെ മന്ത്രിപ്പടയടക്കം ഈ തൃശ്ശൂരിലും അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലും ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. അതിന്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വലിയ റോഡ് ഷോയും അതിനുശേഷം ഈ വനിതാ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വനിതാ സമ്മേളനം എന്നൊക്കെയാണ്, മഹിളാ സമ്മേളനം എന്നാണ് പറയുന്നെങ്കിൽ പോലും ഇവിടെ നടക്കാൻ പോകുന്ന കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കമായിരിക്കും. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും, അതായത് ഈ തേക്കിൻകാട് മൈതാനിയോട് ചേർന്നാണ് ഈ റോഡ് ഷോ നടക്കുക. അതായത് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രധാനമന്ത്രി എത്തും. 2 മണിക്ക് കുട്ടനെല്ലൂർ കോളേജിൽ ഹെലിപാഡിൽ ഇറങ്ങുന്ന അദ്ദേഹം അവിടെ നിന്ന് സഞ്ചരിച്ച് ജനറൽ ആശുപത്രിയിൽ എത്തും. ജനറൽ ആശുപത്രിയിൽ BJP പ്രവർത്തകർ ഒരുക്കുന്ന ഒരു ചെറിയ സ്വീകരണം ഉണ്ടാകും. ആ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ഈ റോഡിലൂടെയാണ് വരിക. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റോഡിന്റെ ഇരുഭാഗവും പ്രത്യേക ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ ദൂരമായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഈ മഹിളാ സമ്മേളനം നടക്കുന്ന നായ്ക്കനാലിലെ ഈ വേദിയിലേക്ക് അദ്ദേഹം എത്തുക. അവിടെയും ഈ നിയന്ത്രണങ്ങളുണ്ട്. സ്ത്രീകൾക്ക് മാത്രമാണ് ആ വേദിയിലേക്കും പ്രവേശനമുള്ളൂ എന്നാണ് പറയുന്നത്. മറിയക്കുട്ടി അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട്. മിന്നുമണി അടക്കമുള്ള വലിയ ഒരു നിര വനിതകൾ ഇതിനകത്ത് പങ്കെടുക്കും എന്നുള്ള ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ മറുവശത്ത് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമാക്കി മാറ്റാനുള്ള ശ്രമം അത് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മതമേലധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ച മതമേലധ്യക്ഷന്മാരുമായി കണ്ടേക്കും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം തൃശൂർ അതിരൂപതയും എല്ലാം ഈ മണിപ്പൂർ വിഷയത്തിലെല്ലാം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പരസ്യമായി കൊണ്ട് തന്നെ ഈ അതിരൂപതയുടെ മുഖപത്രമടക്കം BJPയെയും സുരേഷ് ഗോപിയെയും എല്ലാം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ മതമേലധ്യക്ഷന്മാരെ അനുനയിപ്പിക്കുന്ന നടപടിയിലേക്ക് അല്ലെങ്കിൽ അവരെ ഒപ്പം നിർത്തുന്ന നടപടിയിലേക്ക് BJP കടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ വേദിക്ക് സമീപം മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു ശ്രമം അത് നേതൃത്വം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ മുദ്രാവാക്യം പ്രഖ്യാപിച്ചിരിക്കുന്നു BJP. 3ാം തവണയും മോദി സർക്കാർ, ഇത്തവണ 400-നപ്പുറം എന്നതാണ് മുദ്രാവാക്യം. മോദി പ്രഭാവം മുൻനിർത്തി 400 സീറ്റ് നേടി അധികാരത്തിൽ തുടരാനാണ് BJP ലക്ഷ്യമിടുന്നത്. R രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും അതിന് വിശദാംശങ്ങൾ. RK, മാറ്റമില്ല, മോദി തന്നെയാണ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ BJPയുടെ മുഖമെന്ന് വ്യക്തമാക്കുന്നു. ആ രീതിയിലുള്ള മുദ്രാവാക്യം തന്നെ പാർട്ടി പുറത്തിറക്കിയിരിക്കുന്നു. വിവരങ്ങൾ. മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ് ഇന്നലെ BJPയുടെ ദേശീയ ആസ്ഥാനത്ത് നടന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 150-ലധികം നേതാക്കന്മാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ,
അടക്കമുള്ളവരും ഈ യോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. യോഗം കൈക്കൊണ്ട തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുദ്രാവാക്യം നിശ്ചയിച്ചു എന്നുള്ളതാണ്. തീസരി ബാർ മോദി സർക്കാർ അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യമായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് അസംബ്ലി ലോക്സഭാ തലങ്ങളിൽ കൺവീനർമാരെയും കോ കൺവീനർമാരെയും പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നു. എല്ലാ ഇടങ്ങളിലും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഏകോപന സംവിധാനം ഉണ്ടാകും. അത് പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തെ പ്രതിദിന സംവിധാനവുമായി ചർച്ച ചെയ്യുന്ന വിധത്തിലായിരിക്കും. അങ്ങനെ വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളും ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ BJP വിജയിക്കാത്ത മണ്ഡലങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രചരണമാകും ഉണ്ടാവുക. അങ്ങനെയുള്ള 140 മണ്ഡലങ്ങളിൽ 100 ഇത്തവണ വിജയിക്കണം എന്നുള്ളതാണ്. ആ പട്ടികയിൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ വലിയ പ്രചരണമാണ് BJP ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ ഈ രാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടനത്തിനോട് അടുത്ത ദിവസങ്ങളിൽ BJP പ്രസിദ്ധീകരിക്കും. അത്ര വേഗത്തിൽ BJP തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ നടക്കും. മതമേലധ്യക്ഷന്മാർ, സാമുദായിക സംഘടനാ നേതാക്കൾ, പൗരപ്രമുഖർ അടക്കമുള്ളവർ പങ്കെടുക്കും. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശം വിവാദമായിരിക്കെയാണ് ഈ വിരുന്ന്. വിവാദ പരാമർശങ്ങൾ മന്ത്രി പിൻവലിച്ച പശ്ചാത്തലത്തിൽ വിരുന്ന് ആരും ബഹിഷ്കരിക്കാൻ സാധ്യതയില്ല. ഗവർണർക്ക് പരിപാടിയിലേക്ക് ക്ഷണമില്ല. ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ തിരുത്തിയെങ്കിലും വെട്ടിലായിരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണ്. സഭയുടെ പിന്തുണ കുറയുമോ എന്ന ആശങ്കയാണ് ജോസ് വിഭാഗത്തിന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ വിഷയം സജീവ ചർച്ചയാക്കാൻ ജോസഫ് ഗ്രൂപ്പും തയ്യാറെടുക്കുന്നുണ്ട്. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അതിരൂക്ഷമായി മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചിട്ടും കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സജി ചെറിയാൻ നിലപാട് തിരുത്താൻ തീരുമാനിച്ചതിനു ശേഷമാണ് ഒരു പ്രസ്താവനയെങ്കിലും ജോസ് വിഭാഗം ഇറക്കിയത്. അതും CPIM-നെ ഒട്ടും വെറുപ്പിക്കാതെ. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാടുകൾ തുറന്നു കാട്ടാനാണ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. ഒന്ന് ഏത് സമുദായത്തിനെതിരെ പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. 2 ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ പേരെടുത്ത് പറഞ്ഞവരെ അവമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു നിലയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും അതിൽ ശക്തമായ പ്രതിഷേധം ജോസ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. ഉണ്ടാകാതെ പോയത് നിർഭാഗ്യകരമായി പോയി. 2, മന്ത്രി സജി ചെറിയാൻ ഉച്ചയ്ക്ക് പ്രതികരിച്ചതിന് ശേഷം അതേ കൂട്ടി 2 വാക്ക് പറഞ്ഞ് ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ഇവരെന്തിനൊക്കെയോ ഭയപ്പെടുകയാണ്. LDF-ൽ ജോസ് വിഭാഗം രാഷ്ട്രീയ ഭയപ്പെടലിന്റെ ഒരു മറയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. വിഷയം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങളിലൂടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭയുടെ പിന്തുണ നേടിയെടുക്കാനാകുമെന്ന കണക്കുകൂട്ടലും ജോസഫ് വിഭാഗത്തിനുണ്ട്. സഭയുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ ജോസ് കെ മാണി വിഭാഗത്തിന് അത് വലിയ തിരിച്ചടിയാകും. ഈ ആശങ്ക പല നേതാക്കളും രഹസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ സമ്മർദ്ദത്തിലാണ് സജി ചെറിയാൻ നിലപാട് തിരുത്തിയതെന്ന് സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാകും ഇനിയുള്ള ദിവസങ്ങളിൽ ജോസ് കെ മാണി വിഭാഗം നടത്തുക. ടോബി ജോൺസൺ, 24, കോട്ടയം. കലാമാമാങ്കത്തിന് നാളെ തുടക്കം. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. വിപുലമായ സൗകര്യങ്ങളാണ് കൊല്ലം നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നാളെ ആശ്രമ മൈതാനത്തെ ആഘോഷങ്ങളോടെയാണ് കലാമാമാങ്കത്തിന് തുടക്കമാവുക. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ആശ്രാമം മൈതാനത്തെ ഏതാനും ചില പണികൾ കൂടി കഴിഞ്ഞാൽ പ്രധാന വേദിയും സജ്ജം. 60,000 ചതുരശ്ര അടി വലിപ്പത്തിൽ ഒരേ സമയം 10,000 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് പ്രധാന വേദി ഒരുക്കിയിട്ടുള്ളത്. കവി ONV കുറുപ്പിന്റെ പേരിലുള്ള വേദിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഒരു ദിവസം ബാക്കി നിൽക്കെ ചെറു കലോത്സവ കമ്മിറ്റികൾ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ ഫ്ലാഷ് മോബും സ്കേറ്റിംഗും ഉൾപ്പെടുത്തി വെൽഫെയർ കമ്മിറ്റിയുടെ വിളംബര ജാഥ പ്രധാന വേദിയിൽ നിന്ന് ബീച്ചിലേക്ക് നടത്തി നാടുണർത്തി.
ആഘോഷങ്ങൾക്ക് മികച്ച സുരക്ഷയൊരുക്കാൻ പോലീസ് സേനയും സജ്ജം. കുട്ടികളുടെ താമസ സൗകര്യത്തിനടുത്തായി മഫ്തിയിലും പോലീസിന്റെ സേവനമുണ്ടാകും. റെയിൽവേ സ്റ്റേഷൻ, KSRTC, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഇന്നു മുതൽ മത്സരാർത്ഥികളെ സ്വീകരിക്കാനും സംവിധാനമുണ്ട്. ടൗൺ LPSലെ പ്രത്യേക ജില്ലാ കൗണ്ടറുകളിൽ മത്സരാർത്ഥികൾക്ക് രജിസ്ട്രേഷനും സൗകര്യം. കോഴിക്കോട് നിന്ന് വൈകിട്ട് സ്വർണ്ണക്കപ്പ് കൂടി എത്തുന്നതോടെ ആഘോഷ രാപ്പകലുകൾക്ക് തുടക്കമാവും. ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ 62ാമത് സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളാൻ കൊല്ലം പട്ടണം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിപുലമായ സുരക്ഷയും സൗകര്യങ്ങളുമാണ് തയ്യാറായിട്ടുള്ളത്. ജനുവരി 4 മുതൽ കൊല്ലത്തിന് ഇനി കലയുടെ പൊടിപ്പൂരം. കൊല്ലത്തു നിന്നും ക്യാമറാമാൻ രാജ്കിരണിനോടൊപ്പം ഹരികൃഷ്ണൻ, 24. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് ആതിഥേയ ജില്ലയായ കൊല്ലത്തെത്തും. ജില്ലാ അതിർത്തിയായ ഏനാത്ത് നിന്ന് സ്വർണ്ണക്കപ്പ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഏറ്റുവാങ്ങും. വൈകിട്ട് പ്രധാന വേദിയായ ആശ്രമ മൈതാനത്തേക്ക് സ്വർണ്ണക്കപ്പ് ജാഥയായി എത്തിക്കും. കലോത്സവ പാചകപ്പുരകളും ഇന്നുണരും. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ന് തീരുമാനം. വിഷയം ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരുന്നു. സപ്ലൈകോയുടെ നിലനിൽപ്പിന് ഉതകുന്ന വിധവും ജനങ്ങൾക്ക് അധിക ഭാരം ഉണ്ടാകാത്ത തരത്തിലുമാണ് നിരക്ക് വർധന നടപ്പാക്കുക. 20 മുതൽ 25% വരെ വില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയാണ് സമിതി സർക്കാരിന് സമർപ്പിച്ചത്. എന്നാൽ 40% വരെ വില വർധനയാണ് സപ്ലൈകോ ആവശ്യപ്പെടുന്നത്. പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്ത രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും പങ്കെടുക്കുന്ന ആദ്യ മന്ത്രിസഭായോഗം എന്ന പ്രത്യേകതയും ഇന്നത്തെ യോഗത്തിനുണ്ട്. പുതുതായി മന്ത്രിസഭയിലെത്തിയ KB ഗണേഷ് കുമാർ ഇന്ന് ചുമതലയേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കടന്നപ്പള്ളി രാമചന്ദ്രൻ സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റെങ്കിലും KB ഗണേഷ് കുമാർ ഓഫീസിലെത്തിയിരുന്നില്ല. ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചെങ്കിലും മുഖ്യമന്ത്രിയും CPIM-ഉം ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. രാവിലെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഗണേഷ് കുമാർ ഓഫീസിലെത്തി ചുമതലയേൽക്കുക. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നിലവിലെ തിരക്ക്, ഭക്തർക്കായി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ എന്നിവ പരിശോധിക്കും. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, G. ഗിരീഷ് എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചാണ് പരിഗണിക്കുന്നത്. മണ്ഡലകാല സമാപനത്തിനിടെ അനിയന്ത്രിത തിരക്കുണ്ടായതിനെ തുടർന്ന് അവധി ദിവസവും കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തിയിരുന്നു. ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഭക്തജന പ്രതിഷേധമുണ്ടായ സാഹചര്യം കോടതി ഇന്ന് പരിശോധിച്ചേക്കും. നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ദേവസ്വം ബോർഡും കോടതിയെ അറിയിക്കും. ശബരിമലയിൽ അരവണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. പുതുതായി കരാറെടുത്ത കമ്പനികൾ ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. സന്നിധാനത്ത് ഭക്തജനപ്രവാഹം തുടരുകയുമാണ്. ശബരിമലയിൽ അരവണ ടിന്നുകൾ എത്തിക്കാൻ ടിന്നൊന്നിന് 6.47 രൂപ നിരക്കിൽ 2 കമ്പനികളാണ് കരാറെടുത്തത്. പ്രതിദിനം 1.5 ലക്ഷം ടിന്നുകൾ എത്തിക്കണമെന്നായിരുന്നു കരാർ. ഇതിൽ ആദ്യ കരാറുകാരൻ വീഴ്ച വരുത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം. രണ്ടാമത്തെ കരാറുകാരൻ എത്തിക്കുന്ന ടിന്നുകൾ മാത്രമാണ് നിലവിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഇത് പൂർണ്ണമായും തീർന്ന മട്ടാണ്. ഇത് മറികടക്കാൻ 2 കമ്പനികൾക്ക് കൂടി പുതുതായി കരാർ നൽകി. ഈ കമ്പനികൾ ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. ക്യാനിൻ്റെ ഷോർട്ടേജാണ്. ശർക്കരയും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ക്യാന് ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു എക്കോ ഫ്രണ്ട്ലി ക്യാനുകളാണ് നമ്മളിപ്പം ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ക്യാനുകളുടെ ഒരു ഷോർട്ടേജിൽ നിന്ന് വന്ന ഒരു പ്രശ്നമാണ്. അത് ഞങ്ങൾ ഏതാണ്ട് 50% പരിഹരിച്ചു. ആ 50% പരിഹരിക്കാനുള്ള ശ്രമം വളരെ സജീവമായിട്ട് ഈ ഉണ്ടാക്കുന്ന കമ്പനികളുടെ അടുക്കൽ ഞങ്ങളുടെ SP അടക്കമുള്ളവർ പോയി അത് പരിശോധിച്ച് കൊണ്ടുവരികയാണ്. നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീക്കാൻ പറ്റുമെന്ന് തന്നെയാണ് അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ ഭക്തജനപ്രവാഹം തുടരുകയാണ്. നിലവിൽ 4500ഓളം അയ്യപ്പന്മാരാണ് മണിക്കൂറിൽ 18-ാം പടി ചവിട്ടുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. 24 സന്നിധാനം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. രാവിലെ 11 മണിക്ക് ഡൽഹി ഓഫീസിലെത്താനാണ് EDയുടെ നോട്ടീസ്. ഹാജരാകുമോ എന്ന് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ 2 തവണ ED നോട്ടീസ് നൽകിയപ്പോഴും കെജ്രിവാൾ ഒഴിയുകയായിരുന്നു. വിഷയം നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമാണ് ആം ആദ്മി പാർട്ടി ഇതുവരെ നൽകിയ പ്രതികരണം. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേന്ദ്ര ഏജൻസികളെ BJP ആയുധമാക്കുന്നു എന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം.
YS ഷർമിളയുടെ YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിലേക്ക് ജലീൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയ ശേഷം ലയന പ്രഖ്യാപനമുണ്ടാകും. ആന്ധ്രാപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനവും രാജ്യസഭാംഗത്വവും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതാണ് വിവരം. തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രാപ്രദേശിലും പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് YS ഷർമിളയെ കോൺഗ്രസ് ഒപ്പം കൂട്ടുന്നത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയാണ് ഷർമിള. അദാനി ഹിൻഡൻബർഗ് കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പ് ക്രമക്കേട് കാട്ടിയെന്ന ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നതടക്കമുള്ള ഹർജികളാണ് കോടതി പരിഗണിച്ചത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വാദം കേട്ടത്. കഴിഞ്ഞ മാർച്ചിൽ ഹിൻഡൻബർഗ് ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷിക്കാൻ സുപ്രീം കോടതി 6-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ഓഹരി വിലയിൽ കൃത്രിമം സാധ്യമല്ല എന്ന റിപ്പോർട്ടാണ് സമിതി സുപ്രീം കോടതിക്ക് നൽകിയത്. ജസ്ന തിരോധാനത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തുടക്കം മുതലേ പാളിയെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ്. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് CBI ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അറിയിച്ചു. താനും ജസ്നയുടെ സഹപാഠിയും നുണ പരിശോധനയ്ക്ക് വിധേയരായി. സത്യം തെളിയാൻ ഏതറ്റം വരെയും പോകുമെന്നും പിതാവ് 24-നോട് പറഞ്ഞു. ജസ്ന തിരോധാനത്തിൽ CBIയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. തുടരന്വേഷണത്തിന് സാധ്യമല്ല എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ജസ്നയുടെ പിതാവ് ജെയ്സൺ ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു. CBI രാവിലെ ഇവിടെ വന്നിരുന്നോ? ഓഫീസിൽ വന്നിരുന്നു. എന്നോട് ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും CBI സാർമാർ ഓഫീസിൽ വരുമെന്ന് പറഞ്ഞു. ഞാൻ 10 മണിയായപ്പോൾ അവിടെ എത്തി. അവരോട്ട് സംസാരിച്ചു. ഇതുവരെ അന്വേഷണം ഏതൊക്കെ വഴികൾ അവർ പോയി ആ വഴികളെല്ലാം എന്നെ വിശദമായി തന്നെ എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അന്വേഷണം അവസാനിപ്പിച്ചതല്ല, ഇനി ഒരു സൂചന അവർ നിരീക്ഷണത്തിലാണ്. ആധാർ വെച്ചൊക്കെ സൂചന ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ തുടർ അന്വേഷണം ഉണ്ടാകും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യം, പിതാവിൻ്റെ മനസ്സിലിപ്പോൾ ഒരു വിഷമം ബാക്കിയുണ്ടോ? ഇതുവരെ നമുക്ക് ഫലം കിട്ടിയില്ലല്ലോ. ഫലം കിട്ടിയില്ല, ആ ഒരു വേദനയുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന സമൂഹത്തിന് ബാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊക്കെ പോയത്. സ്വാഭാവികമായിട്ട് ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോയി. പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനായി. പോളിഗ്രാഫ് ചെയ്തു, ബ്രെയിൻ മാപ്പിംഗ് ചെയ്തു. അങ്ങ് മാത്രമാണോ വിധേയനായത്? ഞാനല്ല, മറ്റേ ജസ്നാടോട് പഠിച്ച ഒരു സഹപാഠിയുണ്ട്, എബിൻ എന്ന് പറയുന്ന പുള്ളി, പയ്യന് അവനും ഉണ്ടായിരുന്നു. ഇത് വിധേയനായത് CBIയുടെ നിർദ്ദേശപ്രകാരമാണോ അതോ നിങ്ങൾ ഒറ്റയ്ക്കാണോ? സ്വയം ബുദ്ധി, എൻ്റെ സ്വയം തീരുമാനമാണ്. ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഏതു വിധത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഞാൻ ആദ്യം തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴാണ് CBIയിലെ സാർമാർ അംഗീകരിച്ചത്. അത് കഴിഞ്ഞ് CJM കോടതി തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ഓർഡർ കിട്ടി. മജിസ്ട്രേറ്റ് ഓർഡർ തന്നു. അത് വെച്ച് ബാംഗ്ലൂർ പോയി ബ്രെയിൻ മാപ്പിങ്ങും പോളിഗ്രാഫിനും വിധേയനായി. ഇപ്പോൾ ഈ പറയുന്ന പോലെ ആ ഘട്ടത്തിൽ അങ്ങ് തന്നെ ആവശ്യപ്പെട്ടത് തന്നെയാണല്ലോ അല്ലേ? അല്ലാതെ എന്നായിരുന്നു ഇത് നടന്നത്? 21-ാം തീയതി, ഈ ഡിസംബർ 21-ാം തീയതിയും 17-ാം തീയതി, 17-ാം തീയതി 21-ാം തീയതി. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഇനി മറ്റു തരത്തിലുള്ള ഒരു നടപടിയും ഇല്ല, ഇനി ഞങ്ങൾക്ക് മറ്റു അന്വേഷിക്കാൻ മാർഗമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അത് വെച്ചായിരിക്കും. ഈ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ട് അങ്ങേക്ക് ആരെയാണ് പഴിക്കാനുള്ളത് തുടക്കം മുതൽ? ലോക്കൽ പോലീസിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ജസ്ന തിരോധാനം ഉണ്ടായി അന്ന് മുതൽ ഞാൻ എരുമേലി പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് എരുമേലി അല്ല, വെച്ചോറയാണ് നിങ്ങൾ താമസിക്കുന്നത്, അവിടെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ലായിരിക്കും സാർ എന്ന് ഞാൻ അവിടെ വീണ് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ വെച്ചോറ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ട് പരാതി കൊടുത്തു. അവരും ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ 7 ദിവസം കഴിഞ്ഞാണ് വന്നത്. ജസ്നയ്ക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവുന്നതാണ് ഒരു പിതാവെന്ന രീതിയിൽ? ഒരു പിതാവാണല്ലോ സ്വാഭാവികമായിട്ട് അങ്ങ് കരുതുന്നത്. അങ്ങനെ മോശമായൊരു വഴിയിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. നല്ല കൊച്ചായിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ഒരു കൊച്ചായിരുന്നു. അങ്ങനെ ഒരു വീഴ്ച പറ്റാൻ സാധ്യതയില്ല. എന്തെങ്കിലും അപകടങ്ങളോ അവരെന്തെങ്കിലും ഉണ്ട് എന്നാണ്. ഇപ്പോൾ ലോകത്തുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ട്? അങ്ങനെ എനിക്ക് കരുതാൻ പറ്റൂ. അങ്ങനെ കരുതാൻ പറ്റും. ഈ CBI എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും തരത്തിൽ മറ്റു സാധ്യതകളുണ്ടെങ്കിൽ അന്വേഷിക്കാം. തീർച്ചയായിട്ടും തുടർ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മറ്റു മാർഗ്ഗങ്ങളിലേക്ക് പോകണം, സത്യം അറിയണം തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ, അങ്ങനെ വേണമല്ലോ. തീർച്ചയായിട്ടും ഏതറ്റം വരെയും ഞാൻ പോകും. ഇനി സുപ്രീം കോടതിയിലേക്കും മറ്റു ഘട്ടത്തിലേക്കും പോകുന്നുണ്ടോ? അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒന്ന് തീരുമാനിക്കട്ടെ, ഇപ്പോഴത്തെ ഈ അവസ്ഥയൊന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കും. തീർച്ചയായും ഇതാണ് നിലപാട്. ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫാണ് നമ്മോട് സംസാരിച്ചത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.
സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സമ്പൂർണ്ണ അടച്ചിടലിന് ആഹ്വാനം ചെയ്ത് കുക്കി വിഭാഗം. കുക്കി വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് അടച്ചിടലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മെയ്തേയ് വിഭാഗക്കാർ അക്രമങ്ങൾ അഴിച്ചുവിടുന്നുവെന്നാരോപിച്ചാണ് അടച്ചിടൽ. കഴിഞ്ഞ ദിവസം മൊറയിൽ സുരക്ഷാസേന സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് പരുക്കുപറ്റിയത്. സംഘർഷം തുടർച്ചയായ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സേനാ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം. ആക്രമണത്തിൽ ഹമാസ് നേതാവ് സാലിഹ് അറൂരി കൊല്ലപ്പെട്ടു. സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡിലെ 2 കമാൻഡർമാരും കൊല്ലപ്പെട്ടു. ലബനനെതിരെയുള്ള ഏത് ആക്രമണവും കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന ഹെസ്ബുല്ല മേധാവി ഹസൻ നസുള്ളയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആക്രമണം. ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിച്ച് US സെനറ്റർ എലിസബത്ത് വാറൻ രംഗത്തെത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഇസ്രായേൽ സന്ദർശനം മാറ്റിവെച്ചു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. പാലാരിവട്ടത്തെ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം തുടരുകയാണ്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ 1-ാം പ്രതിയാക്കിയാണ് കേസ്. ഹൈബി ഈഡൻ MPയും 3 MLAമാരും കേസിൽ പ്രതികളാണ്. ഇന്നലെ കോലഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിലും പ്രതിഷേധം ശക്തമാവുന്നുണ്ട്. ആക്രമണത്തിനു പിന്നിൽ DYFI ആണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും പരാതിയുണ്ട്. കാസർഗോഡ് ചെറുവത്തൂരിൽ ബെഫ്കോ ഔട്ട്ലെറ്റ് പൂട്ടിയ സംഭവത്തിൽ CPIM നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത്. ചെറുവത്തൂരിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ബാനറുകൾ സ്ഥാപിച്ചു. ഔട്ട്ലെറ്റ് ചെറുവത്തൂരിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് CITU പ്രവർത്തകരുടെ കാവൽ സമരവും തുടരുകയാണ്. ഒരു ദിവസം മാത്രം പ്രവർത്തിച്ചു പൂട്ടേണ്ടി വന്ന ബിവറേജസ് ഔട്ട്ലെറ്റിനെ ചൊല്ലിയാണ് പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറി. സമീപത്തെ സ്വകാര്യ ബാറിന് വേണ്ടി CPIM നേതാക്കൾ ഇടപെട്ടുവെന്നാണ് ആക്ഷേപം. നേതൃത്വത്തിനെതിരെ ആദ്യമിടഞ്ഞത് CITU. ഔട്ട്ലെറ്റിന് മുന്നിലെ പ്രതിഷേധം 2 ആഴ്ച പിന്നിട്ടു. ഒരു ദിവസം തന്നെ ഒരു ലോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കിട്ടും. ചെറിയ രീതിയിലെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു 24 മണിക്കൂറിന് തന്നെ പൂട്ടി. ഒരു പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇത് വന്നിട്ട് പൂട്ടിയാൽ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. നമ്മളിവിടുത്തെ പാർട്ടി പറഞ്ഞിട്ട് ഇത് ഈ സ്ഥാപനം ഈളിലെ ഗോഡൗണിലെ സാധനം കൊണ്ടുപോകുന്നത് നിങ്ങളത് ഏതൊരു കാരണം വെച്ചാലും കൊണ്ടുപോകാൻ വിട്ടുകൂടാ. ആ രീതിയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമുക്ക് അറിയേണ്ടത് ഇത് പൂട്ടാൻ ആര് പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഇതുവരെ മറുപടിയൊന്നും കിട്ടിയില്ല. നേതൃത്വം വഴങ്ങാത്തതോടെ കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. നേതാക്കളെ വെല്ലുവിളിച്ച് ചെറുവത്തൂരിൽ ബാനറുകൾ സ്ഥാപിച്ചു. ഔട്ട്ലെറ്റ് തുറന്നതും പൂട്ടിയതും അറിഞ്ഞിട്ടില്ലെന്നാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. പാർട്ടി ശക്തികേന്ദ്രമായ ചെറുവത്തൂരിലെ പാളയത്തിൽപ്പട അവസാനിപ്പിക്കാൻ സമവായ സാധ്യതകൾ തേടുകയാണ് നേതൃത്വം. 24 കാസർഗോഡ്. ഉത്തരേന്ത്യയിൽ അതിശൈത്യ തരംഗം തുടരുന്നു. ഈ മാസം 6 വരെ നോയിഡയിലെയും ലഖ്നൌവിലെയും സ്കൂളുകൾക്ക് അവധിയാണ്. 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അവധി ബാധകം. നിലവിൽ 7 ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയ താഴ്ന്ന താപനില. ഈ മാസം 5 മുതൽ 11 വരെ താപനില 5 ഡിഗ്രി സെൽഷ്യസ് താഴെ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഡൽഹിയിൽ വഴിയരികിൽ കഴിയുന്നവർക്ക് ഷെൽട്ടർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. വരുന്ന ദിവസങ്ങളിൽ വായു ഗുണനിലവാരം മെച്ചപ്പെടുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിലയിരുത്തൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുകമഞ്ഞ് ശക്തമായി തുടരുന്നതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചേർത്തല മരുത്തൂർ വട്ടത്ത് പാമ്പു ശല്യം രൂക്ഷം. പ്രദേശത്ത് ഒരു വീട്ടിലെ അടുക്കളയിൽ കഴിഞ്ഞ ദിവസം 2 അണലികളാണ് എത്തിയത്. ചേർത്തല നഗരസഭ 15-ാം വാർഡിൽ മരുത്തോർ വട്ടം രാധേയത്തിൽ ഉഷയുടെ വീട്ടിലാണ് 2 അണലിപ്പാമ്പുകളെ കണ്ടത്. വീടിന്റെ അടുക്കള ഭാഗത്തോട് ചേർന്നുള്ള ചായ്പിൽ ഗ്യാസ് സിലിണ്ടറിന്റെ സമീപത്താണ് അണലിപ്പാമ്പുകളെ കണ്ടത്. അടുപ്പ് കത്തിക്കുന്ന പാതകത്തിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് ശബ്ദം കേട്ട് എന്തുവാന്ന് വന്ന് നോക്കിയപ്പോൾ 2 പാമ്പ്. പിന്നെ തൊട്ട അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് പറഞ്ഞ ആൾക്കാർ വന്നാണ് എന്നെ പിടിച്ചത്. ചീറ്റുന്ന ശബ്ദം കേട്ടാണ് പാമ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞ് നാട്ടുകാരും തടിച്ചുകൂടി. 2 മീറ്ററോളം നീളമുള്ള കൂറ്റൻ അണലിപ്പാമ്പുകൾ. വീട്ടുകാരും നാട്ടുകാരും ഭീതിയിലായി. തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സ്നേക്ക് ക്യാച്ചർ കലവൂർ സ്വദേശി അനൂപിനെ വിളിച്ചു വരുത്തിയാണ് പാമ്പിനെ പിടികൂടി കൊണ്ടുപോയത്. 15-ാം വാർഡിൽ അണലികളുടെ ശല്യമുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഒരാൾ അണലിയുടെ കടിയേറ്റ് മരിച്ചിട്ടുണ്ടെന്നും വാർഡ് കൗൺസിലർ അനൂപ് ചാക്കോ പറഞ്ഞു. കൊല്ലേലി വെള്ളാംഭഗതി പ്രദേശത്ത് അണലി കടിച്ച് അവിടെ പുറത്തുനിന്ന് വന്ന ഒരാൾ മരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 18-ാം വാർഡിൽ അണലിയുടെ കടിയേറ്റ് ഒരാൾ വണ്ടാനം ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 ചേർത്തല.